ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ. ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ള ആ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ അവർ പുച്ഛിക്കുമെന്നാണ് ഇവിടെ പത്മ കരുതിയത് കേട്ടോ. പക്ഷേ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ്. പത്മയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. പത്മ ആകെ സങ്കടത്തിലാവാണ്. അവർ പറയണേ, ഇന്നേ വരെ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനത്തെ ഭക്ഷണം, അതുകൊണ്ട് മാഡം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം കേട്ടോ. അല്ല, ഇതാരാ, ഈ കുട്ടിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അപ്പോഴേക്കും യതീന്ദ്രൻ പറയാൻ ഒരുങ്ങാണ്, ഇവൾ ഞങ്ങളുടെ സൂര്യയുടെ ഭാര്യയാണെന്ന് പറയുമ്പോഴേക്കും അതിനിടയ്ക്ക് കയറി അങ്ങ് പെട്ടെന്ന് അങ്ങ് പറയണേ, ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണ്. അതായത് എൻ്റെ നാട്ടുംപുറത്താണെന്ന് പറഞ്ഞല്ലോ, എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ തേങ്ങ പെറുക്കാൻ നിൽക്കുന്ന അയാളുടെ മകളാണ് എന്ന് പറഞ്ഞുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് അവരാണെങ്കിലോ ഒരുപാട് വിശേഷണങ്ങൾ നന്ദിനിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പത്മക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, താനൊന്നും മിണ്ടാതെ അവിടെ നിൽക്കുക തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് അവിടുന്ന് പോകുന്ന പോക്കിൽ വിജയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവളാണല്ലോ ഈ സൈനിങ് അതോറിറ്റി, അതായത് ഇവളാണല്ലോ എല്ലാ പേപ്പേഴ്സിലും ഒപ്പിടേണ്ടത്. അപ്പോൾ നീ ആരും അറിയാതെ പെട്ടെന്ന് ഒപ്പിട്ടിട്ട് അങ്ങോട്ടേക്ക് വരാൻ നോക്ക്, ഞാൻ ഇവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയണേട്ടോ. അങ്ങനെ പിന്നീട് കമ്പനിയിലെത്തുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കമ്പനിയിലെത്തുന്ന സമയത്ത് സൂര്യക്കൊരു ഫോൺ വരുന്നുണ്ടെന്ന്. ഇവർ സ്വീകരിക്കാൻ പറ്റാതെ ആവുകയാണല്ലോ സൂര്യ. അങ്ങനെ കമ്പനിയിലെത്തുമ്പോൾ ഈ കമ്പനിയിൽ വിവേകും പത്മയും യതീന്ദ്രനും കൂടിയാണ് കേട്ടോ അവരെ സ്വീകരിക്കുന്നത്. അങ്ങനെ വരും, അകത്തോട്ട് ഇരിക്കും എന്നൊക്കെ പറയാണ്. പിന്നീട് സ്റ്റാഫുകളെല്ലാം വരികയാണ്. അങ്ങനെ സ്റ്റാഫുകളെല്ലാം വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരായി പരിചയപ്പെടുകയാണ്. അപ്പോൾ പത്മ മേഡത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തായാലും എനിക്ക് വല്ലാതെ അങ്ങ് ബോധിച്ചു. അപ്പോൾ പത്മ പറയണേ, ഇനി ഞങ്ങളുടെ ബാക്കിയുള്ള കമ്പനികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡീൽ അങ്ങ് ഉറപ്പിക്കാം എന്നുള്ള സത്യം അങ്ങ് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് വലിയൊരു സന്തോഷം തന്നെ പത്മക്ക് വന്നു തുടങ്ങിയാണ്. എന്നാൽ ഡീല് അധികം അങ്ങ് നേരം വൈകിക്കേണ്ട എന്നിങ്ങനെ ജഗത് പട്ടേൽ പറയാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ശരി എന്നാൽ പെട്ടെന്ന് നോക്കാം എന്ന് പറയാം. അപ്പോൾ അവിടെ ഇങ്ങനെ കാണാം പത്മ നിന്ന് പതറുന്നു കേട്ടോ. വിജയെ കാണുന്നില്ല. കാരണം ഈ ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് സൂര്യയുടെ സ്ഥാനത്ത് ഒപ്പിടേണ്ടത് നന്ദിനിയാണല്ലോ. അതുകൊണ്ട് തന്നെ വിജയെ കാണുന്നില്ല. വിജയെ എവിടെ പോയി? അപ്പോഴാണ് വിജയ് കടന്നു വരുന്നത് കേട്ടോ. വിജയെ കണ്ടുടൻ തന്നെ പത്മ ചോദിക്കാൻ, എന്തായി കാര്യങ്ങൾ? മേഡം, ആൻറ്റി, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അവൾ കുറച്ച് അഹങ്കാരിയാണ്. അവൾ സൂര്യ പറഞ്ഞല്ലാതെ ഒപ്പിട്ട് തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഈ ജഗത് പട്ടേലൊക്കെ പരസ്പരം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജഗത് പട്ടേൽ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, ഇല്ല, എൻ്റെ മോന് അവനെ കാത്തിരുന്നതാണ്, അവന് വന്നില്ല, ഇവിടെ വേറൊരാളും കൂടെ. അതന്നെ ഞാൻ ചോദിച്ചത്, ഇവിടെ ഒരു നന്ദിനി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതായത് സൂര്യയുടെ ഭാര്യ നന്ദിനി, അവരാണല്ലോ ഇനി സൈൻ ചെയ്യേണ്ടത്, അവരെ കണ്ടില്ലല്ലോ എന്ന് പറയണേ. ഇതോടുകൂടി ഈശ്വര പെട്ടല്ലോ. അപ്പോഴേക്കും യതീന്ദ്രൻ, ഇതാണ് നീ അനുഭവിച്ചോ, ഒരു കള്ളം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പാവം പെണ്ണിനെ ഇങ്ങനെ പുച്ഛിച്ച് സംസാരിച്ചപ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നത് നീ അങ്ങ് മേടിച്ചെടുത്തോ എന്ന ലെവലിൽ യതീന്ദ്രൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം എവിടെ സൂര്യ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ ഇവിടെ ഉണ്ടായിരുന്നു സാർ, എന്തായാലും ഇപ്പോൾ വരും. അല്ല, ഇനിയിപ്പോൾ ഈ ഡീല് ഉറപ്പിക്കുന്നത് നിങ്ങളുടെ മകൻക്ക് എന്നൊക്കെ ഇങ്ങനെ സംസാരം. ഇല്ലില്ല, അവനിപ്പോൾ എത്തും, എന്തായാലും അവന് ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ ഇങ്ങനെ തലച്ചോറിയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും സൂര്യയും കൂടി ഓഫീസിലോട്ട് എത്തുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അതൊരു ഒന്നൊന്നര രംഗം തന്നെ, ഒരു കിടുക്കൻ രംഗമാണ്. അങ്ങനെ ഈ സമയം പത്മയാണെങ്കിലോ വേലക്കാരി, തൻ്റെ പറമ്പിൽ പണിയെടുത്തിരുന്നവൾ എന്നൊക്കെ താൻ പറഞ്ഞ ആ വാക്കുകൾ തനിക്ക് തന്നെ നല്ല തിരിച്ചടിയായി വരികയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം, എന്താ ഇതുവരെ ഒന്നും ആയില്ലല്ലോ, നിങ്ങളാണെങ്കിൽ ഞങ്ങളോട് ഒപ്പുവെക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ നന്ദിനി? ഏതാണ് ഈ നന്ദിനി എന്ന് പറയുന്ന കുട്ടി? അതെന്താ വരാത്ത? സമയത്തിന് കൃത്യനിഷ്ഠിതൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരം തുടരാണ് കേട്ടോ. അപ്പോഴേക്കും, അയ്യോയ്യോ അങ്ങനെയൊന്നും പറയാതെ, അവളിവിടെ ഉണ്ട്
എന്നിങ്ങനെ യതീന്ദ്രൻ പറയണേ. അപ്പോഴാണ് സൂര്യയുടെ കടന്നു വരവ് കേട്ടോ. ഒരു 1.5 എൻട്രി തന്നെയാണ് സൂര്യയുടേത് കേട്ടോ. സൂര്യ നന്ദിനിയും കൊണ്ടുവരുമ്പോൾ ഈ ജഗത് പട്ടേലും അവരുടെ ഒപ്പം വന്നിട്ടുള്ള ആളും ഉണ്ടല്ലോ, അവർ തമ്മിൽ പരസ്പരം സംസാരം തുടങ്ങിയിരിക്കുന്നു. അയ്യോ, ഇത് നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ആ വേലക്കാരി കൊച്ചില്ലേ എന്നിങ്ങനെ പരസ്പരം പറയാം. അപ്പോൾ പത്മയാണെങ്കിൽ തലങ്ങനെ ചൊറിയാണ്. ഈശ്വര, പെട്ടല്ലോ എന്നുള്ള ലെവലിൽ എന്നെ നാറ്റിക്കുന്ന ഒരവസരവും ഇവൻ വെറുതെ കളയില്ല എന്ന് തനിക്കും അറിയാം കേട്ടോ, പത്മക്കും അറിയാം. അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് നന്ദിനി കടന്നു വരുമ്പോൾ, ഈ കൊച്ചിനിപ്പോൾ ഞങ്ങൾ ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തന്നല്ലോ, അല്ല ഈ വേലക്കാരി കൊച്ചെന്താ ഈ കമ്പനിയിൽ കാര്യമെന്ന് ചോദിക്കാനായിട്ടോ. അപ്പോൾ തന്നെ സൂര്യ പറയുന്നത്, സോറി, ഇത് വേലക്കാരിയല്ല, ഇതെൻ്റെ ഭാര്യ നന്ദിനിയാണെന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ജഗത് പട്ടേലിന് വളരെ ദേഷ്യം തോന്നണേട്ടാ. ജഗത് പട്ടേൽ നന്ദിനിയുടെ മുഖത്ത് നോക്കിയിട്ട്, സോറി കുട്ടി, എന്നോട് അങ്ങനെ ഈ ഇരിക്കുന്ന അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചത്, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ജഗത് പട്ടേലാണ് എന്നങ്ങ് പറയാണ്. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ജഗത് പട്ടേൽ പറയാണ്, ഈ അമ്മായിമ്മക്ക് ദേഷ്യവും പോരൊക്കെ ആവാം, പക്ഷേ ഇത്രത്തോളം ഒരു പെൺകുച്ചിനെ തരം താത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ ഓരോ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നന്ദിനിയോടാണെന്ന് പറയുന്നത്, പക്ഷേ നന്ദിനിക്കാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ സമയം സൂര്യ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സൈൻ ചെയ്യാമെന്ന് പറയണേ. അങ്ങനെ സൂര്യ, നിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം അത് കിടു തന്നെ ണെന്ന് പറയണേ. എന്തായാലും പത്മ ഇങ്ങനെയുള്ളതൊന്നും വേണ്ട, ഒരു സ്വന്തം മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ വേലക്കാരി എന്നൊക്കെ ഉപമിച്ചത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, അതിപ്പോൾ എന്തായാലും ആവട്ടെ, നമുക്ക് ഒപ്പുവെക്കാമെന്ന് പറയണേ. അങ്ങനെ ഇവർ ആ ഒരു ഇതിൽ ഒപ്പുവെക്കുകയാണ്. അങ്ങനെ പത്മ ഒപ്പുവെക്കുന്നു, നന്ദിനി ഒപ്പുവെക്കുന്നു, അതുപോലെ ഈ ജഗത് പട്ടേലും അങ്ങനെ ഒപ്പുവെക്കുകയാണ് കേട്ടോ. ഇതേ സമയം എല്ലാവർക്കും മുന്നിൽ പത്മ നാണം കെട്ടുകയാണ്. ജഗത് പട്ടേൽ മുഖത്തടിച്ച് ചോദിക്കുകയാണ്, അമ്മായിമ്മ പോരൊക്കെ ആവാം, പക്ഷേ ഇത്രത്തോളം വേണ്ടായിരുന്നു എന്ന് ജഗത് പട്ടേൽ പറഞ്ഞപ്പോൾ താൻ വല്ലാതെ അങ്ങ് കൊച്ചായി പോയിട്ടോ. ആർക്കും മുന്നിലും തനിക്ക് തല പൊന്തിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അവരങ്ങ് പോവുകയും പിന്നീട് നന്ദിനിയാണെങ്കിലോ പേടിയോടുകൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നന്ദിനിയെ പത്മ തുറിച്ച് നോക്കണം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നുള്ള ലെവലിൽ പത്മ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പത്മ അവിടെ നിന്നും ഇവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇവർ പറയണേ, എന്തായാലും മോളുടെ ഭക്ഷണം ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ഞങ്ങളെപ്പോഴും വരും മോളുടെ ഭക്ഷണം കഴിക്കാൻ, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സൂര്യ പറയണേ, നന്ദിനി, അപ്പോൾ അവർക്ക് നിൻ്റെ ഭക്ഷണം അടിപൊളിയായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവരിനി ഇടയ്ക്കിടയ്ക്ക് വരവുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വിജയ് ചെന്നിട്ട് പത്മയോട് പറയാണ്, മനഃപൂർവ്വം ആൻറ്റിയെ സൂര്യ കളിയാക്കാൻ വേണ്ടിയാണ് അവളെ കൊണ്ടുവന്നത്, അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പത്മ മിണ്ടാണ്ടിരിക്കുക, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ എല്ലാം മനസ്സിൽ പകയായി കൂട്ടി പത്മ വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ നന്ദിനിയാണെങ്കിൽ, എന്തിനാ സൂര്യ സാർ ഇങ്ങനെ നിങ്ങളുടെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ സൂര്യയോട് ചോദിക്കുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, നീ നാട്ടുമ്പുറത്ത് സ്കൂളിലൊക്കെ അല്ലേ പഠിച്ചത്, നിനക്കെന്താ ഇംഗ്ലീഷൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയണേ, എനിക്ക് നന്നായി ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്തിന് ABCD പഠിച്ചിട്ടുണ്ട് എന്ന് പറയണ്ട. അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയാം, ABCD പഠിച്ചിട്ടുണ്ട്, ഉണ്ട്, എന്നാൽ ABCD ചെല്ലിക്കുക. അങ്ങനെ ABCD പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ചൊല്ലുകയാണ് കേട്ടോ. നന്നായി ചൊല്ലിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത് കേട്ടോ.